വെൽക്കം ടു ബുദ്ധിസ്റ്റിക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 വില്ലകളുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ നിന്ന് കാക്കനാടേക്കും ഇടപ്പള്ളിയിലേക്കും ആലുവയിലേക്കും കളമശ്ശേരിയിലേക്കും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അതുപോലെ ഇവിടെ 2 വില്ലകളാണ് ഉള്ളത്. അതിൽ ഒരു വില്ല 4 സെന്റ് 850 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസുമായിട്ടാണ് വരുന്നത്. മറ്റൊരു വില്ല 4 സെന്റ് 750 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസുമായിട്ടാണ് വരുന്നത്. ഇതിൽ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. അടുത്തടുത്തായി നിരവധി വില്ലകൾ ഉണ്ട്. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും സ്ക്വയർ ട്യൂബ് വർക്കും എല്ലാം നൽകിയിട്ടുണ്ട്. 3 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ ഭംഗിയായിട്ടാണ് കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ നൽകി സ്ക്വയർ ട്യൂബ് ഡിസൈൻ വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ 2-വേ ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റും നൽകിയിട്ടുണ്ട്. 4.2 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റും വളരെ മനോഹരമായി കോമ്പൗണ്ട് വാളിനോടും വീടിൻ്റെ എലിവേഷനോടും മാച്ച് ചെയ്യുന്ന കളറാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ള ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിലേക്ക് മാറിയാണ് കവേർഡ് കാർ പാർക്കിംഗ് ഉള്ളത്. 13.5 അടിയോളം നീളവും 12.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. വീടിൻ്റെ എലിവേഷന് കോട്ടം വരാത്ത രീതിയിൽ വളരെ ഭംഗിയായി ചെയ്ത ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഇവിടെയായിട്ട് ഉള്ളത്. കൂടാതെ ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കാർപോർട്സിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കാർ പാർക്കിംഗ് സൗകര്യവും കൂടാതെ സൗത്ത് സൈഡിലേക്ക് മാറി ഒരു പ്ലാന്റർ ബോക്സ് കൂടി നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വരുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 6.5 അടിയോളമാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ഏരിയയ്ക്കുള്ള ഒരു പ്രൊവിഷനാണ്. ഇവിടെ പ്ലാറ്റ്ഫോമും അതുപോലെ പൈപ്പ് ലൈനും ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ഭംഗിയുള്ള സ്പേഷ്യസ് ആയ വർക്ക് ഏരിയ തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വിടുത്ത് വരുന്നത്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സ് ആണ് വരുന്നത്. വീടിൻ്റെ 4 സൈഡിലും അത്യാവശ്യം സ്പേസ് ഇട്ട് തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11 അടിയോളം നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകൾക്ക് കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ടൊരു പ്ലാന്റർ ബോക്സും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായി വളരെ ഭംഗിയുള്ള ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്ത് ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ലിവിങ്ങിലേക്കാണ്. 14 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് നോർമൽ 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫയും കോഫി ടേബിൾ വന്നാലും ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ സ്പേസ് ഒട്ടും തന്നെ കുറഞ്ഞു പോകില്ല. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ TV യൂണിറ്റ് വരുന്നത്. ബാക്ക് സൈഡിൽ ലൂവേർഡ് പാനലിംഗ് ഒക്കെ ചെയ്ത് മൾട്ടിവുഡിൽ ചെയ്ത് മനോഹരമായ ഒരു TV യൂണിറ്റാണുള്ളത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഈ TV യൂണിറ്റിനെ കണ്ടിന്യൂ ചെയ്ത് ഡൈനിങ്ങിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷനും വന്നിട്ടുണ്ട്. പാർട്ടീഷനിൽ ധാരാളം
ഡെക്കർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡെക്കർ സ്പേസിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷനിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്കുള്ള എൻട്രൻസിലേക്കും പാനലിംഗ് നൽകിയിട്ടുണ്ട്. പാനലിങ്ങിലും സ്പോട്ട് ലൈറ്റ് കൊടുക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായി ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 6 സീറ്റർ അല്ലെങ്കിൽ 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡൈനിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പർഗോള നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഗ്രില്ലും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കും വീടിനുള്ളിലേക്കും ലഭിക്കുന്നതാണ്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പോർഷൻ്റെ സീലിംഗും വന്നിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാക്കിയുള്ള പോർഷനെല്ലാം ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് വരുന്നത്. വാഷ് കൗണ്ടർ ബാക്ക് സൈഡും എല്ലാം തന്നെ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു ക്രോക്കറി അല്ലെങ്കിൽ ഒരു ഡക്കർ സ്പേസ് എന്നുള്ള രീതിയിൽ ഒരു ഷെൽഫും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു സൈഡിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും വി ഗാർഡിൻ്റെ സ്വിച്ചസുമാണ് വരുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ഒരു ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഡോറ് വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 10 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 2 ഡോറിൻ്റെ ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ നോർത്തിലേക്ക് മുകൾ ഭാഗത്തായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു കിച്ചണിലേക്ക് ലഭിക്കും. 3 ലെയറായി ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് മെറ്റീരിയലാണ് വരുന്നത്. വലിപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ധാരാളം ഓപ്പൺ ബോക്സസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. കൂടാതെ കിച്ചണിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ് കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ പാർട്ടീഷനെ കണക്ട് ചെയ്ത് വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ലൈറ്റും കൊടുത്താണ് ഈ ഒരു സ്പേസ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് വുഡിലാണ് ഡോറ് നൽകിയിരിക്കുന്നത്. 14 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നൽകി. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. കെൻസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാഷ് കൗണ്ടറും വാട്ടർ ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടാണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 10 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും വാഷ് കൗണ്ടറും എല്ലാം തന്നെ കെൻസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് വരുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റൊക്കെ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്ത് സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന് വോളിലായിട്ട് പർഗോളയും ഒരു സൈഡിലായിട്ട് പർഗോളയും മറ്റൊരു സൈഡിലായിട്ട് നോർത്തിലേക്ക് 2 ഡോർ വിൻഡോ നൽകി വിൻഡോ പാനലിംഗ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്.
ഈ ഒരു ഭാഗത്തേക്കാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ ഈ പാസേജിലൂടെ എത്തിച്ചേരുന്നത് വിശാലമായൊരു അപ്പർ ലിവിങ്ങിലേക്കാണ്. 14 അടിയിലേറെ നീളവും 14 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിന് ഉള്ളത്. ഈ ഒരു വോളിലായിട്ടാണ് TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ പാനലിംഗ് ചെയ്ത് നമുക്ക് ഭംഗിയാക്കി തന്നെ എടുക്കാവുന്നതാണ്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും വലുപ്പമുള്ളൊരു സോഫ സെറ്റ് ഉൾക്കൊള്ളാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിൻ്റെ എൻ്റയർ പോർഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കൂടാതെ ഇവിടെയായിട്ടും നമുക്കൊരു ചെറിയ സ്പേസും 2 പവർ പോയിന്റും ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു ഓഫീസ് ടേബിളോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വലിയൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടറും വാട്ടർ ക്ലോസറ്റും എല്ലാം തന്നെ കെൻസൺ എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഹീറ്ററിനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയിട്ടാണ് വലിയ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാട്ടർ ക്ലോസറ്റ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ കെൻസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയി തന്നെയാണ് എല്ലാ ബാത്റൂംസും ഈ ഒരു വീടിന് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. കൂടാതെ ഫുള്ളി കവർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിന് മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 11 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടൊരു പില്ലർ വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും എല്ലാം കൊടുത്ത് കൂടാതെ പാനലിംഗ് ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റും കൂടി കൊടുത്താണ് ഈ ഒരു ബാൽക്കണി ഇവിടെ വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 850 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കാക്കനാടേക്ക് 13 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 8.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കും ചാർട്ടർ സ്കൂളിലേക്കും 2.8 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.9 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് 750 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസോടും കൂടി ഈ വീടിന് ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.